Hi guys, it's me, Dimalu Bangal. സോ RRB ക്ലർക്ക് എക്സാംസ് എല്ലാവരുടെയും ഓവറായിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് RRB PO മെയിൻസ് ആണ്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി പ്രിലിംസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 10 ഡിസംബറിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളൂ. കാരണം മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 28 ഡിസംബറിലായിരിക്കും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി ഔട്ടായിട്ടുള്ള കാര്യമാണ്. സോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ആണ് എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ ഒരു ഏകദേശം ആ ഒരു കട്ട് ഓഫ് റേഞ്ചിനോട് അടുത്ത് മാർക്സ് കിട്ടും എന്ന് പ്രതീക്ഷയുള്ളവർ, അതായത് ഒരു 50 റേഞ്ചിലൊക്കെ മാർക്സ് വരുമെന്ന് പ്രതീക്ഷയുള്ളവർ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം റിഗ്രറ്റ് ചെയ്യാൻ പിന്നെ ഒരു അവസരം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ RRB PO മെയിൻസിന് ഞാനും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ലാസ്റ്റ് ഇയറിൽ എൻ്റെ ഫസ്റ്റ് മെയിൻസ് ആയിരുന്നു RRB PO എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു മെയിൻസിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ, അതുപോലെ എങ്ങനെ മെയിൻസിനെ അപ്രോച്ച് ചെയ്യണം അങ്ങനെ ഒന്നും അറിയത്തില്ലാത്തൊരു സമയത്താണ് ഞാൻ എൻ്റെ RRB PO മെയിൻസ് അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് ഞാൻ എൻ്റെ സ്കോർ കാർഡ് നിങ്ങളെ ഷോ ചെയ്യാം. എനിക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 69 ആയിരുന്നു. ആൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 ആയിരുന്നു. ആദ്യമായിട്ട് മെയിൻസ് എഴുതിയിട്ട് അത്രയും ഒരു മാർക്സ് കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡീസൻറ്റ് സ്കോർ. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി വരുന്ന എക്സാംസിന് നമ്മൾക്ക് ആ ഒരു മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു മെയിൻസ് കഴിഞ്ഞതിന് ശേഷം ധാരാളം മെയിൻസ് ഞാൻ പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു മിസ്റ്റേക്സ് എന്നും അതിൽ നിന്നും അതിനെ ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം ചെയ്യാൻ എന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഏതൊക്കെ സോഴ്സസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾ എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ല എന്തെങ്കിലും പേഴ്സണൽ ക്വയറീസ് ആണെങ്കിൽ മെയിൽ ചെയ്താലും മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഫ്രീ PDFസും അതുപോലുള്ള കണ്ടൻസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഡിസ്കഷൻ ഗ്രൂപ്പുമുണ്ട്. അതിൽ സിമിലർ ആയിട്ടുള്ള ആസ്പിറൻസ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്കും അതിലൊരു പങ്കാളിയാവാം. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ കയറി ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. RRB PO മെയിൻസിൽ ലാസ്റ്റ് ഇയറിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന 2 അബദ്ധങ്ങളായിരുന്നു. ഒന്ന്, ജനറൽ അവയർനെസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. 2, കമ്പ്യൂട്ടറിന് പ്രാധാന്യം കൊടുത്തില്ല. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അതായത് റീസണിങ്ങിനും ക്വാൻസിനും നമ്മൾക്ക് റീസണിങ്ങിനും ക്വാൻസിനും 40 ക്വസ്റ്റ്യൻ 50 മാർക്സ് എന്നുള്ളതാണ് ആ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ജനറൽ അവയർനെസ്സിനും 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് ആൻഡ് കമ്പ്യൂട്ടറിന് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു വെയിറ്റേജ് പോകുന്നത്. അതിൽ ഞാൻ ചെയ്തൊരു ബ്ലണ്ടർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടായിരുന്നു മെയിൻസ് എഴുതുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ജനറൽ അവയർനെസ്സിന് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഉള്ള ഒരു 10 ദിവസം എന്ത് ചെയ്യാം, ജനറൽ അവയർനെസ്സിന് നല്ല പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന മൊത്തം എക്സാമിന് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് കറണ്ട് അഫെയർസ് മാക്സിമം സ്കോർ ചെയ്യുവാണെങ്കിൽ എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ മിഥ്യാധാരണയുമായിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഓൾറെഡി എൻ്റെ റീസണിങ് എന്ന് പറയുന്നത് എൻ്റെ ഓൾമോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ആൻഡ് അതുപോലെ ക്വാൻസും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗങ്ങൾക്ക് കുറേ കൂടി പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ പ്രാക്ടീസസ് വളരെ ലോ ആയിരുന്നു. പ്രാക്ടീസ് ലോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് ഞാൻ പ്രതീക്ഷിച്ച അത്രയും രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 1:3 റേഷ്യോയിലായിരിക്കണം പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. ഒരു 1 അവർ മാത്രം, അതായത് നമ്മളുടെ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ആ 4ൽ 1 പാർട്ട് മാത്രമായിരിക്കണം ജനറൽ അവയർനെസ്സിന് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിൽ ഒരു മിനിമം ടൈം മാത്രം ജനറൽ അവയർനെസ്സിന് കൊടുത്തിട്ട് ബാക്കിയുള്ള മാക്സിമം ടൈമും റീസണിങ്ങിനും ക്വാൻസിനും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കോർസ് ഇമ്പ്രൂവ് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതായത് ജനറൽ അവയർനെസ്സിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രം ഫോളോ ചെയ്ത് ബാക്കിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്സ് കിട്ടുമെന്നാണ് എനിക്ക് എൻ്റെ കഴിഞ്ഞ എക്സാമിൽ നിന്ന് മനസ്സിലായത്. കാരണം ജനറൽ അവയർനെസ്സിന്
കട്ട് ഓഫ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 മാർക്കൊക്കെ ആയിരിക്കും വരുന്നത്. ആ ഒരു സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 മാസം ഫുൾ ബേർഡൻ എടുത്ത് വെക്കുക. അതായത് പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, ബട്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള റീസണിങ്ങിനും ക്വാൺസിനും കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ ഈക്വൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് പ്രാധാന്യം കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ 40 ക്വസ്റ്റ്യൻ 20 മാർക്കല്ലേ ഉള്ളൂ, സോ അതുകൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല എങ്കിൽ എനിക്കൊരു PDF ഒക്കെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അഡായുടെ ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും ഈ സച്ചിൻ അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് നല്ലതാണെന്ന് പറഞ്ഞതെങ്കിലും ഞാൻ എന്ത് ചെയ്തു, അഡായുടെ PDF എനിക്ക് തോന്നുന്നൊരു 4 to 5 പേജസിൻ്റെ ഒരു PDF അവൈലബിൾ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു PDF മാത്രം പഠിച്ചു പോയി. ആ ഒരു PDFിൽ വളരെ നട്ഷലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. ആൻഡ് എനിക്ക് ഇപ്പോൾ എന്ത് പറ്റി, ഞാൻ ആ ക്വസ്റ്റ്യൻസ് വന്നതിൽ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. അതിൻ്റെ അകത്ത് ഞാൻ 17 അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ പോലും എനിക്ക് 12 അടുത്തെങ്ങാണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ മനസ്സിലാകും നമുക്ക് 40 ഔട്ട് ഓഫ് 40 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ. ഏത് പഠിച്ചെങ്കിൽ സച്ചിൻ അറോറയുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു എനിക്ക് എൻ്റെ RRB ക്ലർക്കിൻ്റെ മെയിൻസ് വന്നത്. ആ ടൈമിൽ എനിക്ക് ഈ ഒരു PO മെയിൻസിന് പറ്റിയ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കണ്ട് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏരിയയിൽ നല്ല സ്കോഴ്സ് എനിക്ക് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ എനിക്ക് ആ ഒരു അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് എന്നെ ഹെൽപ്പ് ചെയ്തു. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് നമുക്ക് എക്സാം ബേസ്ഡ് ആണ്, ഒത്തിരി വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ എക്സാമിന് ഏറെക്കുറെ വരികയും ചെയ്യും. അതാണ് ഞാൻ ചെയ്ത 2 ബ്ലണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഈ ഒരു അബദ്ധങ്ങൾ, അതായത് നമുക്ക് ഒരു തവണ വരുന്ന മിസ്റ്റേക്കിനെ റെക്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത തവണത്തേക്ക് നമുക്ക് അതിനെ ഒന്ന് മറികടക്കാൻ പറ്റുകയുള്ളൂ. കാരണം എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 69 മാർക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കുഞ്ഞു കാര്യമല്ല. ഓക്കെ, ആദ്യമായിട്ട് മെയിൻസ് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഇടത്ത് പോയി ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയേനെ എന്നോർത്ത് എനിക്ക് ഒത്തിരി റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ എനിക്ക് തന്നെയും അതുപോലെ നിങ്ങൾക്കും കൂടി ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഫ്രീ സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് ടീച്ചേഴ്സ് എന്നുള്ളതും കൂടി ഈ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ റീസണിങ് മെയിനായിട്ടും മെയിൻസിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് മിസലേനിയസ് ടോപ്പിക്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മിസലേനിയസ് ടോപ്പിക്സും ക്രിട്ടിക്കൽ റീസണിങ്ങും പസിൽസും ഇങ്ങനെ വേണം നമ്മളുടെ റീസണിങ്ങിനെ തിരിക്കാൻ. അതിൽ തന്നെ മിസലേനിയസ് ടോപ്പിക്സിന് ഞാൻ ഒരു ടീച്ചറിനെയാണ് ഫോളോ ചെയ്യുന്നത്. മിസലേനിയസ് ടോപ്പിക്സിന് കൂടുതലും ഞാൻ ഫോളോ ചെയ്യാറുള്ളത് സഞ്ജയ് സാറിനെയാണ്. സഞ്ജയ് സാറിൻ്റെ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആർട്ട് ഓഫ് റീസണിങ് എന്നാണ് സാറിൻ്റെ ക്ലാസ്സസിൻ്റെ പേര്. സോ ആ ഒരു സഞ്ജയ് സാറിൻ്റെ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ അതുപോലെ തന്നെ അതിൽ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് ഞാൻ ഫോളോ ചെയ്യാറുള്ളത് പുനീത് സാറിൻ്റെ ക്ലാസ്സസാണ്. അക്കാഡമിയിലെ ഒരു എഡ്യൂക്കേറ്ററാണ് പുനീത് സാർ. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് ഞാൻ പുനീത് സാറിൻ്റെ ക്ലാസ്സസാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കോഡഡ് ഇനീക്വാളിറ്റീസിനൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ പുനീത് സാറിൻ്റെ ക്ലാസ്സസ് കാണാറുണ്ട്. ദെൻ ക്രിട്ടിക്കലിനാണെങ്കിലും സഞ്ജയ് സാറിൻ്റെ ക്ലാസ്സസ് ബെസ്റ്റാണ്. സഞ്ജയ് സാറിൻ്റെ ക്ലാസ്സസ് ക്രിട്ടിക്കൽ റീസണിങ്ങിനും ബെസ്റ്റാണ്. പസിൽസിന് ഞാൻ ഫോളോ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ അങ്കുഷ് ലാംബ സർ അല്ലെങ്കിൽ സ്മൃതി മാമിൻ്റെ ക്ലാസ്സസ് മിസലേനിയസിനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സിനെയാണ് ഓരോന്നിനും എനിക്ക് ഇത്രയും നാളത്തെ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. മിസലേനിയസിനെ കൂടുതലും സഞ്ജയ് സാറിൻ്റെയും പുനീത് സാറിൻ്റെയും സ്മൃതി മാമിൻ്റെയും ക്ലാസ്സസ് നല്ലതാണ്. ഓക്കെ, അതിൽ കൂടുതലും ഞാൻ ക്രിട്ടിക്കൽ റീസണിങ്ങിനാണ് സഞ്ജയ് സാറിനെ ഫോളോ ചെയ്തിട്ടുള്ളത്. ക്രിട്ടിക്കൽ റീസണിങ്ങിന് സാറിൻ്റെ ക്ലാസ്സസ് ബെസ്റ്റാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഏരിയാസിൽ പുനീത് സാറിൻ്റെ ക്ലാസ്സസാണ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്മൃതി മാമിൻ്റെയും കൊള്ളാം, പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് പസിൽസിന് അങ്കുഷ് ലാംബ സർ, അതല്ല എങ്കിൽ സ്മൃതി മാമിൻ്റെ ക്ലാസ്സസാണ്. എനിക്ക് അങ്കുഷ് സാറിൻ്റെ ചില ഏരിയാസിലെ ആ ഒരു എക്സ്പ്ലനേഷൻസ് ഒന്നും മനസ്സിലാവാറില്ല. സോ ഞാൻ ചെയ്യുന്നത് ആ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കും. ക്വസ്റ്റ്യൻസ് നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തന്നെ സോൾവ് ചെയ്ത് നോക്കും. ആ സാറിൻ്റെ രീതിയിൽ ഞാൻ സോൾവ് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് കമ്മിങ് ടു ക്വാൺസിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് കൗശിക് സാറിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസുമാണ്.
കൗശിക് സാറാണ് കൂടുതലും ഫോളോ ചെയ്യാറുള്ളത്. ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസ് ഒരിടെയായിട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത്. എന്നിരുന്നാൽ കൂടിയും ആ ക്ലാസ്സസും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സോ നിങ്ങൾക്ക് അതിന് ക്വാൻസിന് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഹർഷൽ സാർ, അതല്ലെങ്കിൽ അഡ്ഡ, ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ദെൻ കമ്പ്യൂട്ടറിന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കമ്പ്യൂട്ടറിന് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അരോറ എഡ്യൂക്കേറ്റർ. അരോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ്, വീഡിയോ ക്ലാസ്സസ് ആണ് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം ആ ഒരു വീഡിയോ ക്ലാസ്സിൽ തന്നെ സാറ് ബാക്കി ഇപ്പോൾ ഒരു 5 ഓപ്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബാക്കി 4 ഓപ്ഷൻസും ആൻസർ അല്ലാത്തതായിരിക്കും. ആ 4 ഓപ്ഷൻസും എന്താണെന്ന് കൂടി അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ് കേൾക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ PDF ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മളുടെ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിന് ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സെക്ഷൻ വൈസ് സ്ട്രാറ്റജി ഞാൻ വേറെ ചെയ്യാം. ഇത് ഞാൻ ഒരു റഫായിട്ട് എന്തൊക്കെ ടീച്ചേഴ്സാണ്, എന്തൊക്കെ സോഴ്സസ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് എനിക്ക് ലാസ്റ്റ് ഇയറിൽ 30 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 മാർക്സാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇംഗ്ലീഷ് എന്താണ് ആക്ച്വലി എൻ്റെ ഒരു കുറേ നാളുകളായിട്ടൊരു സ്ട്രോങ് ഏരിയ ആണ് എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ക്ലാസ്സസ് ഒന്നും ഇംഗ്ലീഷിന് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നത് ഫുൾ സെക്ഷണൽ ടെസ്റ്റുകൾ മാത്രമാണ്. ദെൻ അതുപോലെ തന്നെ എഡിറ്റോറിയൽ റീഡിങ്ങും. ഈ 2 കാര്യങ്ങളാണ് ഇംഗ്ലീഷിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.